ഹലോ, ഒരാഗോള പ്രശ്നം ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. ഗജരാജൻ്റെ ആ നടപ്പിനനുസരിച്ചിട്ടുള്ളൊരു താളം പിടിക്കുന്ന ഒരു ദന്തളം ഉണ്ടല്ലോ, അതിൽ ഫേമസ് ആയ ഒരു നടിയും നമ്മുടെ ബോച്ചയണ്ണനും തമ്മിലുള്ള ചെറിയൊരു ഇത്. ആക്ച്വലി ആൾക്ക് കിട്ടിയ ആൾക്കും കൊടുത്ത ആൾക്ക് മനസ്സിലായി, കിട്ടിയ ആൾക്ക് അതെന്താ കാര്യമൊന്നും പിടികിട്ടിയില്ല. നമുക്ക് കണ്ടിട്ടും മനസ്സിലായില്ല. പലരും ഇതിങ്ങനെ ഒരു ചർച്ചയായിട്ട് പറയുന്നിട്ട് ആ കമൻറ്റ് ബോക്സ് മുഴുവൻ എന്തായിരിക്കും പുള്ളി ഇത് പറഞ്ഞത്, എന്തായിരിക്കും ഇത് പുള്ളി പറഞ്ഞത്, വിഷയം എന്താണെന്ന് മനസ്സിലായില്ലേ? അത് പറഞ്ഞുതരാം. ബോച്ച പറഞ്ഞ് അണി റോസ് ചേച്ചിയെ കാണുമ്പോഴത്തേക്ക് എനിക്ക് കുന്തിയാണ് ഓർമ്മ വരുന്നതെന്ന്. എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ. ബോച്ച പെട്ടെന്ന് നന്നായാന്ന്. എനിക്കും അതിനകത്ത് ഒരു സംശയമില്ല. അങ്ങേര് നന്നാവൂല, ജമ്മത്ത് നന്നാവത്തില്ല. അങ്ങേര് വെറും ഉടായ്പിൻ്റെ ഉസ്താദാണ്. പിന്നെ പറയേണ്ട കാര്യം 2 വിഷയത്തിൽ അങ്ങോട്ട് ഇട്ടു കൊടുത്തു. നാട്ടുകാർക്കൊന്നും മനസ്സിലായില്ല. പുള്ളിക്കൊരു ആത്മസുഖം, അത് സ്ഥിരമായിട്ടുള്ളതാണല്ലോ. എവിടെ ഒരു ചേച്ചി നിന്നിട്ട് വാഴയ്ക്കപ്പം വിൽക്കുന്നുണ്ടായിരുന്നു, ഏത്തയ്ക്കാപ്പൊരിയെ. ഉടനെ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് ചേച്ചി ഇത് വളയോ, ഇതെന്താ ചേച്ചി വളഞ്ഞിരിക്കണേന്ന്. അതൊരു ദ്വയാർത്ഥമാണ്. ആ ചേച്ചിക്ക് കാര്യം മനസ്സിലായില്ല. പക്ഷെ കണ്ട നമുക്കൊക്കെ കലി വന്ന് ഞാനൊക്കെ ഒരുപാട് പറഞ്ഞു ബോച്ചയാണ് എൻ്റെ ഇങ്ങനെയൊക്കെയാണ് നാട്ടുകാരുടെ അടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ ദോശ, എന്ത് സാധനം കിട്ടിയാലും ഇങ്ങേർക്ക് ഒരുമാതിരി അശ്ലീല ചുവയോട് കൂടി ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതെന്തോ ഒരു ഭയങ്കര സംഭവമാണെന്ന് പുള്ളി അങ്ങ് തെറ്റിദ്ധരിച്ചേക്കുക. അപ്പം അതുപോലെ ഒരു ദ്വയാർത്ഥമാണ് ഇതിനകത്ത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി. എന്താ സൂത്രം എന്നറിയണ്ടേ? നമ്മളിപ്പോൾ കൂന്തി അല്ലേ, ഈ ഇന്ത്യയുടെ ഭാഗത്ത് ഒരു ഇന്ത്യ അങ്ങോട്ട് ചേർത്താൽ ശുഭം. അതാ പുള്ളി ഉദ്ദേശിച്ചെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തു മനസ്സിലായി? അത് തന്നെ, അതിനല്ലേ പുള്ളിക്കാരത്തി ഫേമസ്, നിതംഭം. അതിങ്ങനെ മുഴപ്പിച്ച് കാണിച്ച് അതാണല്ലോ. പിന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരും. ഈ പ്രസ്തുത സാധനം പറയുന്ന സമയത്ത് പുള്ളിക്കാരത്തി ധരിച്ചിരിക്കുന്നത് ഒരുമാതിരി സന്യാസിനികളുടെ വേഷമാണ്. ഒരുമാതിരി അറിയാമല്ലോ, സംഘികളുടെ ഡ്രസ്സാണ്. അതായത് ഒരു തരം കാവി ഉടുപ്പാണ്. മൊത്തത്തിൽ ഒന്നും കാണാനും പറ്റില്ല. പണ്ടൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇറുകി പിടിച്ച് ഒട്ടിപ്പിടിച്ച് ആകെ മൊത്തം എക്സ്പോസ് ചെയ്ത് വേണമെങ്കിൽ 2 ബലൂണും കൂടെ വീർപ്പിച്ചൊക്കെ പൃഷ്ഠഭാഗത്ത് വെച്ച് അതൊക്കെ കൊണ്ടാണ് പുള്ളിക്കാരത്തി വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായി പുള്ളിക്കാരത്തി ധരിച്ചു കൊണ്ട് വന്നത് കണ്ടിട്ടാണോ കുന്തി എന്ന് തോന്നിയെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല. ഞാൻ പിന്നെയും ഒന്നും കൂടെ നോക്കി. നമ്മുടെ കുന്തിയുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഇനി അങ്ങനെ കളിയാക്കിയതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. മൊത്തത്തിൽ ഞാൻ ഇതിനകത്തൊരു റിസർച്ച് അങ്ങ് നടത്തി. അപ്പോൾ മനസ്സിലായി എന്താണെന്നറിയാമോ? അതല്ല, ഹണി റോസിന് അങ്ങനത്തെ ചരിത്രമൊന്നുമില്ല. കാര്യം പുള്ളിക്കാരത്തെ നിതംബം വെച്ചിട്ടുള്ള ക്യാഷ് ഉണ്ടാക്കലാണ്. അത് പിന്നെ അവർക്കുണ്ട്. ഇല്ലെങ്കിൽ അവർ വെച്ച് കെട്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് കൊണ്ടുവന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇത് കണ്ട് അന്തം വിട്ട് ഓടുന്ന കുറേ മരമോന്തകൾക്ക് പറ്റിയ സാധനം തന്നെയാണ് ആ പെങ്കൊച്ച് കൊടുക്കുകയും ചെയ്യുന്നത്. എന്നാലും കുന്തിയുടെ ചരിത്രം എടുത്തു വെച്ച് നോക്കുമ്പോഴത്തേക്ക് കല്യാണത്തിന് മുമ്പേ പ്രോഗ്രാമൊക്കെ തുടങ്ങി. ശിവനല്ലല്ല, മറ്റേ സൂര്യൻ, ചന്ദ്രൻ, അങ്ങനെ ആരൊക്കെ വന്നാൽ എല്ലാവരും കൂടെ ചേർന്ന് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ കുഞ്ഞെന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ചരിത്രം ഈ കുട്ടിയുടെ തലയിലോട്ട് വെച്ച് കെട്ടി കൊടുത്തിട്ട് അതിനെ എടുത്ത് വിജിംബർജിച്ച് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇതൊന്നുമല്ല കേട്ടോ. പുള്ളി ഉദ്ദേശിച്ചത് ഇതാണ്. ഈ ഇന്ത്യയാണ് ആ പുള്ളി ഉദ്ദേശിച്ചത്. അത് നമ്മൾ കുറച്ച് സ്ത്രീപക്ഷവാദികൾ അല്ലെങ്കിൽ ഫെമിനിസ്റ്റുകൾ എടുത്തു വെച്ച് ഇങ്ങനെ ഉടുക്കും. അതുകൊണ്ട് പുള്ളി അതൊരു വേറൊരു ലെവലിൽ അതിനൊന്ന് മോഡുലേറ്റ് ചെയ്ത് ഒന്ന് പൊലിപ്പിച്ച് ഇങ്ങനെ ഷുഗർ കോട്ടൊക്കെ ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തേന്ന്. എൻ്റെ കയ്യിൽ ഹണിയില്ല, പക്ഷേ എൻ്റെ കയ്യിൽ അതുണ്ടെന്ന്. ഏത് കുന്തി. പുള്ളി ഉദ്ദേശിച്ചത് അതാണ്. ഇപ്പം നിങ്ങൾക്ക് സംശയം മാറിയില്ലേ? ഞാനൊരു ദിവസം മുഴുക്കെ ഇരുന്ന് ആലോചിച്ച് എന്തുവായിരിക്കും ഈ കുന്തി എന്ന് അങ്ങേര് പറഞ്ഞത്, എന്തിനായിരിക്കും? ആകെ മൊത്തം കൺഫ്യൂഷനാണ്. ഇതാണോ ആഗോള പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ആഗോള പ്രശ്നം ഇതാണ്. എന്നാലും എൻ്റെ ബോച്ചെണ്ണ ഒരു പൊടിക്ക് ഒരു 50 പൈസയ്ക്കും കടയും കൂടെ വന്ന് തീരെ അങ്ങോട്ട് ഇതാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എനിക്കിതൊട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മനസ്സിനെ ഇങ്ങനെ ചിന്തിക്കാൻ വിടാൻ പാടുണ്ടോ? അതുമാത്രമല്ല, ഇത്ര ബോധമില്ലാത്തവരാണ് ഇത്രയൊക്കെ ചിന്തിക്കുന്നത്. ഇങ്ങേര് പറയുമ്പോൾ പിന്നെ അത് തന്നെ ആയിരിക്കത്തില്ലേ? ഏതായാലും അണി ചേച്ചി കാണിച്ചത് വെറും വൃത്തികെട്ട പരിപാടിയായിപ്പോയി. ചേച്ചി ഇനി മുതൽ കാവ്യൊന്നും എടുത്തുകൊണ്ടെന്ന് കാവ്യ അപമാനിക്കരുത്. ചേച്ചിയുടെ ആ പറയുന്ന പ്രത്യേക സംഗതി, ആ ബലൂൺ കാണാനാണ് മിക്കവാറും ഇവിടെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ തന്നെ ചേച്ചിയുടെ ഫാൻസൊക്കെ ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ ചേച്ചി അത് കാണിച്ച് കൊണ്ട് തന്നെ ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്കിങ്ങനെ സംശയം ഉണ്ടായിരുന്നോ? എനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ മതി. ഇതും പറഞ്ഞുകൊണ്ട് എന്നെ പൊലയാട്ടിന് വരരുത് കേട്ടോ. ഞാൻ കണ്ട കാര്യം പറഞ്ഞതാണ്. ഞാൻ എന്തായാലും ദ്വയാർത്ഥമൊന്നും പറയുന്ന ആളാണ്. ഞാൻ ശരിക്കുള്ള അർത്ഥം ഡയറക്റ്റ് അങ്ങ് പറയുന്ന ആളാണ്. എനിക്ക് ദ്വയാർത്ഥമൊന്നും അറിയത്തില്ല. പക്ഷേ ബോച്ചയ്ക്ക് ഇത് സ്ഥിര പരിപാടിയാണ്. ഒരു പ്രാവശ്യം ആട്ടാപ്പടൽ ഇങ്ങേർക്കിട്ട് ഒരു താങ് ആരെങ്കിലും കൊടുത്താലേ ഇങ്ങനെ ഈ ദ്വയാർത്ഥ പ്രയോഗം അങ്ങോട്ട് തീർന്നു കിട്ടുള്ളൂ. ഇതിലെന്തൊരു സുഖം കാണുന്നോ എന്തോ. ഡയറക്റ്റ് അങ്ങോട്ട് പറയണം. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വീഴുന്ന മുഴുക്ക നിതംബമാണെന്ന്. അത് പറയണതിനിപ്പോൾ എന്തുവാ? ഇപ്പം നമ്മൾ അങ്ങനെയല്ലേ ചില ചരിത്രകാരന്മാരൊക്കെ, ചില എഴുത്തുകാരൊക്കെ എഴുതി വെക്കുന്ന കണ്ടിട്ടില്ലേ? മാറിടങ്ങൾ, സ്ഥലങ്ങൾ എന്നൊക്കെ എഴുതി വെക്കും.
അതേസമയം ബഷീർ മുലകളെന്ന് എഴുതിയപ്പോഴത്തേക്ക് അത് വലിയ കേസായിരുന്നു. അവസാനം ബഷീറിന് തന്നെ 2 ബുക്ക് വിൽക്കേണ്ടി വന്നു, ഒന്ന് മുലകളുള്ള ബുക്ക്, ഒന്ന് മുലയില്ലാത്ത ബുക്ക്. എന്ന് വെച്ചാൽ അതുപോലെ എഴുതുന്ന പ്രശ്നം ഇതൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. പിന്നെ നമ്മുടെ നാട്ടുഭാഷയിലുള്ള സാധനങ്ങൾ അങ്ങോട്ട് പറയണേന് ഇപ്പോൾ എന്താ വേണ്ടേ? അതിന് കുന്തിയൊക്കെ പിടിച്ചിടണോ? മനുഷ്യ എവിടം വരെ ചിന്തിച്ചുകൊണ്ട് പോയി വെറുതെ ടൈം വേസ്റ്റ് ആക്കാനായിട്ട്? ഉള്ള കാര്യം ഓപ്പണായിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ചുമ്മാ എന്തെങ്കിലും ഒന്ന് തള്ളു, ഒറ്റ തള്ളല. ആട്ടെ ഈടിയൊക്കെ വന്നെന്ന് കേട്ട് വല്ലതൊക്കെ ആരണ്ടൊക്കെ സഹായിക്കാൻ ഇറങ്ങിയാണ്. നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ മനുഷ്യ? നിങ്ങൾക്ക് എന്തിൻ്റെ കേടേണു എനിക്കൊന്നും മനസ്സിലാവില്ല. അതേ ബ്ലാക്ക് വൈറ്റ് ആക്കിയതാണ്. എന്തായാലും കൊള്ളാം കേട്ടോ. ഈടി ഇങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ട്, ഒരു പൊടിക്കങ്ങ് അടങ്ങിയാൽ നല്ലതാണ്. ഇല്ല കൂട്ടങ്ങളെ കൂടെ ചേർന്നാൽ പ്രശ്നം. മിക്കവാറും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മെയിൻ കോഴ്സാണ് അവർ. നിങ്ങൾ സൈഡ് ഡിഷായിട്ട് അതിൻ്റെ ഇടയിൽ പോയി കയറിയ മെയിൻ കോഴ്സിൻ്റെ കൂടെ എടുത്ത് വെച്ച് ഉരുട്ടി ഈടി അങ്ങോട്ട് വിഴുങ്ങും. വെറുതെ പടി കൊടുത്ത് അടുക അങ്ങനെ നിൽക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് കേട്ടാ. ദ്വയാർത്ഥ പ്രയോഗം അല്ലേ? എൻ്റെ 7 അയലത്തങ്ങും കാണരുത്, അപ്പോഴാണ് ഇരിച്ചിരുന്നത് ബാക്കി. ശരി എന്നാ.